കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. കാരണം സൂപ്പർ കപ്പിൽ അവർ അവിശ്വസനീയമായിട്ടുള്ള ഒരു വിജയം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ സ്പോർട്സ് ക്ലബ്. അപ്പോൾ തുടക്കത്തിലൊരു ചെറിയ കാര്യം ശരിയാണ്, ഏകദേശം ഒരു മാസത്തിലെങ്കിലും കൂടുതലായിക്കാണ് ഞാനൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്തിട്ട്. സോ അപ്പോൾ അതിൻ്റെതായുള്ള പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞാൻ സ്റ്റുഡിയോയിലല്ലാതെ ഞാൻ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അത് ഞാൻ വളരെ 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 പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വെരി സൂൺ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യെസ്, അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ സൂപ്പർ കപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും രാശിയില്ലാത്തൊരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആ ടീം ഈ പറയുന്നത് പോലെ തന്നെ സൂപ്പർ കപ്പിലേക്ക് പോയി കഴിയുമ്പോൾ പ്രതീക്ഷകൾ വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു ഡയലോഗ് തന്നെയാണ്, എൻ്റെ റീലിൽ പറഞ്ഞ ആ ഡയലോഗ് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതായത് ജീവിതം എന്ന് പറയുന്നത് തന്നെ എല്ലാം ഒരു പ്രതീക്ഷയുടെ പുറത്ത് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ കണ്ട് നമുക്ക് കാണാം. കാരണം പുതിയൊരു കോച്ചാണ്. സോ ഇപ്പോൾ പുതിയ മെൻറ്റാലിറ്റി ആയിരിക്കും ടീമിന് ഉണ്ടാവുക. ആ ഒരു സംഭവം കാണാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ 2 ഗോളുകൾക്കാണ് ജയിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഗോള് വഴങ്ങിയില്ല എന്നുള്ളത് ഒരു അത്ഭുതം എന്നല്ല, പക്ഷേ എ ഗ്രേറ്റ് എഫേർട്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, അങ്ങനെയുള്ളൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ സൂപ്പർ കപ്പിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഫോറിൻ പ്ലെയേഴ്സിനെ ISL നിന്ന് നോക്കുമ്പോൾ കൂടുതലായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു പോസിറ്റീവ് ഘടകമാണെന്ന് ഞാൻ അന്നേ റീലിലും ഷോർട്സിലും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ വാനോളം എല്ലാവരും പുകഴ്ത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന കോച്ച്, സ്പാനിഷ് കോച്ച്, ഒരു ഡിഫറൻസ് ആക്ച്വലി ടീമിൻ്റെ മെൻറ്റാലിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മത്സരം പോരാ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കിടക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എസ്പെഷ്യലി ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ FCക്കെതിരെയാണ്. മോഹൻ ബഗാൻ FC അല്ല, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ ഷീൽഡും അടിച്ച് കപ്പും അടിച്ച് ആ ഒരു ഇതിലാണ് വരുന്നത്. പക്ഷെ അവരുടെ റിസർവ് ടീമാണ്, അവരുടെ ഫുൾ സ്ക്വാഡല്ല വരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറയപ്പെടുന്നുണ്ടെങ്കിലും അവരൊരിക്കലും ഒരു മാച്ചിനെയും അങ്ങനെ ലൈറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിനെയും ലൈറ്റായിട്ട് കണ്ടുവരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ നാളത്തെ മാച്ചിൽ അറിയാൻ പറ്റും ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന ഒരു കോച്ചിന്, നാളത്തെ എന്നല്ല, അടുത്ത മാച്ചിൽ നമുക്ക് അറിയാൻ പറ്റും ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന കോച്ച് എത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലെയേഴ്സിനിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. ശരി തന്നെയാണ്, ഒരു മാറ്റം കാണാനുണ്ട്. അത് നമ്മൾ ഇപ്പോഴേ പൊക്കി അടിച്ച് മലത്തി വീഴ്ത്തി അതിൻ്റെ ആ ഒരു റണ്ണിനെ നശിപ്പിക്കേണ്ട എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ പോസിറ്റീവാണെന്ന് പറഞ്ഞു വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഡൗൺഫോൾ വരും. എന്നിട്ട് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞു വരുമ്പോഴേക്കും ഒരു വിജയം വരും. ആ വിജയം ഒന്ന് ശരി എന്നാ ഒന്ന് പൊക്കി പറയാമെന്ന് വിചാരിക്കുമ്പോഴേക്കും വീണ്ടും താഴ്ച വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയാണ്, വേണ്ട കാര്യങ്ങൾ, ചർച്ചകൾ, ആ സംഭവങ്ങളെല്ലാം വേണം. പക്ഷെ എന്നാലും അതിനിടയിൽ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. മേ ബി ഇതാണ് കുറച്ചും കൂടെ വർക്ക് ചെയ്തത്, എനിക്കറിയാം. പക്ഷെ എന്നാലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഫുട്ബോൾ ടോക്കുകളിൽ ഉണ്ടാവാറുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, ഇപ്പോൾ ടീമിൻ്റെ ലഞ്ച് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൽ ടൈമൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് കോച്ച് എന്നുള്ളതാണ് പുതുതായിട്ട് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. അത് ടീമിനിടയിൽ കുറച്ചും കൂടെ ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ഡേവിഡ് കാറ്റല അല്ലെങ്കിൽ കാട്ടാളൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. നെഗറ്റീവായിട്ട് എടുക്കില്ല. കാറ്റല എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അന്ന് പറയാതെ കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഫോളോ ചെയ്തു എന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇത് പലരും പറയുന്നുണ്ട്, ഇനി അവർ പറഞ്ഞതല്ലേ ഇനി എൻ്റെ തലയിൽ കയറ്റിയിടരുത്, ഞാനാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, എനിവേയ്സ്, ഇപ്പോൾ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം, അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ സൂപ്പർ കപ്പിൽ വലിയ പരാജയങ്ങളിൽ നിന്നും ആകെ കൂടെ ഒരു വൃത്തികെട്ട ഫോമിൽ നിൽക്കുമ്പോഴാണ് ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പ് ജയിച്ച് കപ്പടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്രാവശ്യം സൂപ്പർ കപ്പ് അടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം പ്രതീക്ഷകളാണല്ലോ ജീവിതം. അത്രേ എനിക്കും പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് നാളിന് ശേഷമാണ് ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.